മലവുകൾ കടന്നു കയറി ചെന്നിറങ്ങിയ ആ വിശാല മാംസമുദ്രമധ്യേ ആളൊഴിഞ്ഞ പോർക്കളം അല്ലിത്. അനേക വാരിക്കുഴികൾ കൊണ്ടൊരു തോൽക്കുവാൻ വന്നൊരാൾ അല്ലിത്. അടക്കി വാഴുവാൻ വന്ന കോട്ട തലക്കാരൻ. ചുറ്റും നോക്കി അറിഞ്ഞു വന്ന് കാലകെ പ്രവാഹക്കൂട്ടം കഴുത്തറുത്തും ജീവനോടെ കൊന്നു തിന്നാൻ കാത്തൊരു വെല്ലുവിളികൾക്കിടയിലും അവൻ കണ്ട് രണ്ട് കണ്ണ്. അതിനുള്ളിലൊന്ന് കയറി നോക്കി കണ്ടു നല്ലൊരു അൻപ്. ഇമ്പമായി വന്നു നിന്ന 10-20 ചതിക്കുഴിക്കിട കണ്ടു കണ്ടു കണ്ടറിഞ്ഞൊരൊറ്റ ഒറ്റ വിശ്വാസം. മനമുണ്ട്, കാതലായി അറിവുണ്ട്, പതറാത്ത വാക്കുകൾ കൊണ്ട് അണയാത്തൊരു തീ പോലെ ഒറ്റയാന പോലെ നിന്ന് ഒറ്റയില പോലെ നിന്ന് ചുറ്റും കുറെ കാലികൾ ചതിമുറച്ചും ചിലയൊരുക്കി പടകളല്ല ഒറ്റയ്ക്ക് കൂട്ടമായി അക്രമം അഴിച്ചു പലതവണ വലയിലങ്ങ് കുടുങ്ങിയെന്ന് അവർ നിലച്ചു. ഒത്തുകൾ നിരത്തിയിട്ട് ഇരകളെ കൊടുക്കുമാര തമ്പിക്ക് അമ്മനായി നല്ല കൂട്ടുകാരനായി വന്നു നിന്ന് ചുമ്മാ കത്തിക്ക് ഒരൊറ്റ അഖിലും അമ്മനായി നല്ല കൂട്ടുകാരനായി വന്നു നിന്ന് ചുമ്മാ കൊണ്ട് നേടാനും ചെവികൾ കൊണ്ട് മായ്ക്കാനും കഥകൾ കൊണ്ട് ചിന്തി പിച്ചടവുകൾ കൊണ്ട് ആടാനും ഉറച്ചു നിന്ന വാക്കുകൾ തുടച്ചു നീക്കി ഇവിടെയൊക്കെ വന്ന് ക്രിക്കറ്റ് കളിച്ചും പല പരിപാടിയൊക്കെ നടത്തി നമ്മളിവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ കുറച്ച് തിരക്കുകളുണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മലമുകളിൽ കയറി നിന്നവൻ രാജാവാണ്. അവസരം തന്നതല്ലേ ബിഗ് ബോസ്. നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്, നാടിനെ സമർപ്പിക്കുകയാണ്, മഹാഗണപതിക്ക് സമർപ്പിക്കുകയാണ്. പോയപ്പോഴുള്ള കോട്ടത്തിലെ അല്ല ഇത്, പോയപ്പോഴുള്ള അഖിൽമാരല്ല ഇത്. അപ്പൊ എല്ലാവർക്കും കേട്ടോ, ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയേറെ പേര് എന്നെ സ്വീകരിക്കാൻ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് എയർപോർട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരെയും കാണാൻ പറ്റിയില്ല. കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, അവിടെ റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു, മഴ കാരണം. പക്ഷെ എന്റെ നാട്ടില് ഗണപതി ഒരു മഴയില്ല. ഞാൻ അതിനകത്ത് മുതൽ ഇവിടം വരെ വളരെ ഫ്രീ ആയിട്ട് വന്നു. അതിനകത്ത് ഒരു മത്സരം മാത്രമാണ്. എനിക്ക് ആരോടും പക പണ്ടുമില്ല, ഇപ്പോഴും ഇല്ല. രസകരമായ ഒരു കഥയാണ്, അത്യാവശ്യം വലിയൊരു പ്രോജക്റ്റാണ്. ഞാനും ഷിജുവും ചേർന്നായിരിക്കും എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജോയിച്ചേട്ടൻ്റെ മറ്റൊരു പടം നെക്സ്റ്റ് മന്ത് ഷൂട്ട് തുടങ്ങുന്നൊരു പടം ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അതിനകത്ത് ഭാഗമാകാൻ കഴിയും. തിരക്കുകൾ ഒരുപാടുണ്ട്, കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്. തോൽക്കുവാൻ വന്നൊരാൾ അല്ലിത്. അടക്കി വാഴുവാൻ വന്ന കോട്ട തലക്കാരൻ.